ഈ നഗരം എനിക്ക് ദുഃഖങ്ങൾ മാത്രമാണ് തന്നത്. നക്കാപ്പിച്ച ശമ്പളത്തിന് വേണ്ടി കണ്ടവരുടെ വാതിൽ മുട്ടുന്ന ജോലി ഞാൻ മതിയാക്കുകയാണ്. ആരും നോക്കാനില്ലാതെ കിടക്കുന്ന കുറച്ച് ഭൂമിയുണ്ട് നാട്ടിൽ. അവിടെ ഞാൻ അധ്വാനിക്കും. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. നഗരത്തിലെ തിക്കും തിരക്കും ഒഴിവാക്കി MA-കാരൻ ബാലഗോപാലൻ അനിതയോട് യാത്ര ചോദിക്കുമ്പോൾ തിരിച്ച് ഉള്ളുലഞ്ഞുകൊണ്ട് അനിത ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ബാലഗോപാലിനോടൊപ്പം കണ്ടിരുന്നവരുടെ ആകെ മനസ്സിനെ നൊമ്പരപ്പെടുത്തിയ ചോദ്യം. എന്നോട് അല്പം പോലും സ്നേഹമില്ലേ ബാലേട്ടൻ എന്ന ആ ചോദ്യത്തിന് അയാൾക്ക് മറുപടിയില്ലായിരുന്നു. പകരം അനിത പോകുന്നുണ്ടോ, എനിക്കല്പം സ്വൈര്യം വേണമെന്ന് കണ്ണുകൾ നനച്ചുകൊണ്ട് അയാൾ കയർത്തു. തന്റെ സ്വരത്തിന്റെ ഗാംഭീര്യം വീണ്ടെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ അയാൾ ഇങ്ങനെ പറഞ്ഞു: കാശില്ലാത്തവന് പറഞ്ഞിട്ടുള്ളതല്ല കല്യാണവും കുടുംബജീവിതവും ഒന്നും. തുടർന്ന് അനിതയെ ബാലൻ യാത്രയാക്കുന്നു. ആ വാതിൽപ്പടി കടന്ന് അനിത പോകുമ്പോൾ കണ്ണീരിൽ കുതിർന്ന് കൺമഷി മാഞ്ഞു തുടങ്ങിയ ആ മുഖത്തേക്ക് അയാൾക്ക് നോക്കി നിൽക്കാൻ സാധിച്ചിരുന്നില്ല. അത്രയും നേരം ആളുകളെ പ്രേമിക്കാൻ പ്രേരിപ്പിച്ച ആ പ്രണയബന്ധം അവിടെ തീർന്നെന്ന് കരുതി കണ്ടിരുന്നവർ സങ്കടത്തോടെയാകും തിയേറ്റർ വിട്ടിറങ്ങേണ്ടി വരുമെന്ന ചിന്തയിൽ ഇരുന്ന അവർക്ക് മുന്നിലേക്ക് സത്യൻ അന്തിക്കാട് തന്റെ ക്ലൈമാക്സ് മാജിക് പ്ലേസ് ചെയ്യും. തന്റെ സ്വന്തം ഗ്രാമത്തിൽ TP ബാലഗോപാലൻ അനിതയുടെ കൈപിടിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് നടന്നകലും. സിനിമയുടെ പേര് അവിടെ തെളിയും. സത്യൻ അന്തിക്കാട് സിനിമകളുടെ പ്രത്യേകതയാണ് TP ബാലഗോപാലിന്റെ മേൽ തെളിഞ്ഞു കാണുന്നത്. സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിലും വരവേൽപ്പിലും ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലുമെല്ലാം ആ പ്രത്യേകതയുണ്ട്. എപ്പോൾ കണ്ടാലും മനസ്സിനെ റിഫ്രഷ് ചെയ്യാൻ സാധിക്കുന്ന, വീണ്ടും എഴുന്നേറ്റ് ഓടാൻ ഊർജ്ജം നൽകുന്ന സിനിമകൾ. ആ സംവിധായകനൊപ്പം നായകനായി മോഹൻലാൽ കൂടി എത്തുമ്പോൾ അത് ഇരട്ടി മധുരമാകുന്നു. ഇത്രയും കാലം മലയാളികളുടെ മനസ്സിൽ ആ കോംബോ സൃഷ്ടിച്ച മായാ നിമിഷങ്ങൾ അനവധിയാണ്. മലയാളിക്ക് ഒരിക്കലും അടുക്കാത്ത ഇരുവർ സംഘം വീണ്ടും ഒരുമിക്കുന്നു. 10 വർഷത്തിന് ശേഷം വീണ്ടും ഒരു ഓണക്കാലത്ത് ഹൃദയപൂർവ്വം ആ സന്തോഷ നിമിഷങ്ങൾ തിരിച്ചു നൽകാൻ. കഴിഞ്ഞ ദിവസമാണ് ഹൃദയപൂർവ്വത്തിന്റെ ടീസർ പുറത്തിറങ്ങിയത്. സ്വയം ട്രോളിയും പഴയ കള്ളച്ചിരിയും കളികളും ഒളിപ്പിച്ച് ഫീൽ ഗുഡിൽ ഫീൽ അടിപ്പിക്കുന്ന ലാലേട്ടൻ. കൂട്ടിന് ഭാവവ്യത്യാസങ്ങളുമായി കട്ടക്ക് നിൽക്കാൻ സംഗീത് പ്രതാപും. വെറും 1 മിനിറ്റിൽ കണ്ടിരുന്നവരുടെ മനസ്സ് നിറച്ച ഒന്ന്. പ്രതീക്ഷകൾ വാനോളമുയർത്തി ഡയറക്റ്റഡ് ബൈ സത്യൻ അന്തിക്കാട് എന്ന എൻഡിങ്ങും. ആ ഫ്രെയിമിൽ മലയാളത്തിന്റെ താരരാജാവ് തന്റെ യൗവനത്തിലേക്ക് വഴുതി വീണിട്ടുണ്ടാകാം. നമ്മളും അതിനോടൊപ്പം സഞ്ചരിച്ചിട്ടുണ്ടാവാം. ബാലഗോപാലനും സേതുവും ഗോപാലകൃഷ്ണ പണിക്കരും ദാസനുമെല്ലാം മനസ്സിൽ വന്നു പോയിട്ടുണ്ടാകാം. കാരണം അവരെല്ലാവരും മലയാളിയുടെ ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. റിയലിസ്റ്റിക് റിലേറ്റബിൾ ക്യാരക്ടേഴ്സ്. ഫീൽ ഗുഡ് കോമഡിയിൽ നിന്ന് ത്രൂ ഔട്ട് കോമഡിയിലേക്ക് അവർ ട്രാക്ക് മാറ്റിയപ്പോൾ ഐക്കോണിക് ദാസനും വിജയനും നമ്മുടെ മുൻപിലെത്തി. നാടോടിക്കാറ്റും പട്ടണപ്രവേശവും ചിരിയുടെ മാലപ്പടക്കം തീർത്തു. സത്യൻ അന്തിക്കാട് ഫ്രെയിമിൽ മോഹൻലാൽ മീശ പിരിച്ചെത്തിയപ്പോൾ പിൽക്കാലത്ത് ആ സിനിമയ്ക്കും കൾട്ട് ഫാൻ ബേസ് രൂപപ്പെട്ടു. അങ്ങനെ വിരലുകൾ കൊണ്ട് എണ്ണിത്തീർക്കാൻ സാധിക്കാത്തത്ര സിനിമകൾ ഇരുവരും ഒന്നിച്ചു ചെയ്തു. അതിലെല്ലാം കോമൺ ആയ പേര്, ഒരിക്കൽ പോലും വിസ്മരിക്കാൻ പാടില്ലാത്ത പേര്, ശ്രീനിവാസൻ. മോഹൻലാൽ സത്യൻ അന്തിക്കാട് എന്ന ഇരുവർ സംഘമായിരുന്നില്ല അവർ. ശ്രീനിവാസ് എന്ന തിരക്കഥാകൃത്ത് കൂടി ചേരുന്ന മാജിക് ട്രയോ ആയിരുന്നു. ഉറവ പറ്റാത്ത നർമ്മത്തിന്റെ ഉടമ, ജീവിത യാഥാർത്ഥ്യങ്ങളെ കൃത്യതയോടെ എഴുതി പിടിപ്പിക്കുന്ന വ്യക്തി. ആ തിരക്കഥകൾക്ക്, സത്യൻ അന്തിക്കാടിന്റെ കൂടിയെത്തിയ സിനിമകൾക്ക്, അതിലെ ആശയങ്ങൾക്ക് ഇന്നും പ്രസക്തി ഏറെയാണ്. വരും കാലങ്ങളിലും അവ അങ്ങനെ തുടരുക തന്നെ ചെയ്യും. TP ബാലഗോപാലൻ MA, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം, നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, വരവേൽപ്പ് തുടങ്ങി എല്ലാ ഹിറ്റ് സിനിമകളുടെയും തിരക്കഥ ശ്രീനിവാസന്റേതാണ്. മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത സിനിമകൾ കൂടിയാണ് ഈ മൂവർ സംഘം സൃഷ്ടിച്ചെടുത്ത ഇവ ഓരോന്നും. 2000-ന് ശേഷം മോഹൻലാൽ സത്യൻ അന്തിക്കാട് കോംബോയിൽ 4 സിനിമകളാണ് പിറവിയെടുത്തത്. രസതന്ത്രം, ഇന്നത്തെ ചിന്താവിഷയം, സ്നേഹവീട്, എന്നും എപ്പോഴും എന്നീ സിനിമകളാണിവ. ഇതിൽ അവസാനമെത്തിയ എന്നും എപ്പോഴും ഒഴിച്ചു നിർത്തിയാൽ മറ്റ് 3 സിനിമകൾ നൽകുന്ന റിപ്പീറ്റ് വാല്യൂ വലുതാണ്. രസതന്ത്രം കണ്ടവരെ കരയിപ്പിക്കുന്ന മറ്റൊരു സത്യൻ അന്തിക്കാട് മാജിക്കായി മാറി. രസതന്ത്രത്തിൽ അച്ഛൻ മരിച്ച സമയത്ത് താൻ കാണിച്ചത് മോഹൻലാലിന്റെ കൈയുടെ ക്ലോസപ്പാണ്. ആ കൈയിൽ കഥാപാത്രത്തിന്റെ നൊമ്പരം കാണാൻ സാധിക്കും. വർഷങ്ങൾക്കിപ്പുറം രസതന്ത്രത്തിലെ ഒരു സീനിനെ കുറിച്ച് സംവിധായകൻ ഓർക്കുന്നത് ഇപ്രകാരമാണ്. ആ നടന്ന വിസ്മയത്തിലുള്ള അയാളുടെ വിശ്വാസം കൂടിയാണ് അവിടെ പ്രകടമാകുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഇതാണ്: മോഹൻലാലിനെ എൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിപ്പിക്കാൻ സാധിച്ചു എന്നത് ജീവിതത്തിലെ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ്. ഇപ്പോഴും മോഹൻലാലിനെ വെച്ച് അഭിനയിപ്പിച്ച് കൊതി തീരാത്ത സംവിധായകനാണ് ഞാൻ. ആ നടന്റെ ആരാധകനാണ്. അടി മുതൽ മുടി വരെ അഭിനയിക്കുന്ന വ്യക്തിയാണ് മോഹൻലാൽ. അദ്ദേഹത്തിന്റെ ഓരോ ചലനത്തിലും അത് കാണാൻ സാധിക്കും. മോഹൻലാലിന് അദ്ദേഹത്തിന്റെ ആരാധകർക്ക് എന്നും നല്ല ഓർമ്മകൾ മാത്രം സമ്മാനിച്ച സംവിധായകൻ. ആ കപ്പിത്താന് മുന്നിൽ വേഷങ്ങൾ പകർന്നാടിയ നായകൻ. വർഷങ്ങൾക്കിപ്പുറം അവരുടെ ഒരുമിച്ചുള്ള വരവ്. മോഹൻലാൽ പ്ലസ് സത്യൻ അന്തിക്കാട് പ്ലസ് ഓണം എന്ന സമവാക്യത്തിന് ഉത്തരമായി മറ്റൊരു വിജയം അവിടെ സംഭവിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം.